ഒരു കഥ പറയാം. എനിക്ക് ഈ കഥ പറയാന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കുട്ടി സ്റ്റോറീസ് പറഞ്ഞിട്ട് അത് ആ ഒരു ഫീലാണ് വരുന്നത്. പക്ഷെ ത്രൂ സ്റ്റോറീസ് ആണ് നമുക്ക് ഏറ്റവും വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുക. ഒരു അച്ഛനും മോനും ഉണ്ടായിരുന്നു. അച്ഛനും മോനും ഭയങ്കര ഹാപ്പി ഫാമിലിയാണ്. ഈ അച്ഛൻ എല്ലാ ദിവസവും മോന്റെ കൂടെ കളിക്കും. അപ്പൊ ഒരു ദിവസം അച്ഛൻ കളിക്കാൻ വരുന്നില്ല, അച്ഛന് പേപ്പർ വായിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം. അപ്പൊ മോൻ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക, വാ അച്ഛ കളിക്കാം കളിക്കാം. അച്ഛൻ പറയുന്നു, ഇല്ല നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാം, എനിക്ക് വായിച്ചിട്ട് ഞാൻ കളിക്കാൻ വരാം, പക്ഷെ ദാറ്റ് ടേക്സ് നിയർലി 1 or 2 hours. അപ്പൊ കുട്ടി പിന്നെയും പറയുന്നു, വാ വാ. ഒരു പോയിന്റ് ആയപ്പോ അച്ഛന് ഭയങ്കര ദേഷ്യമായി. അച്ഛൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ ഒരു വേൾഡ് മാപ്പിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. സോ ആ വേൾഡ് മാപ്പ് അങ്ങനെ ആ മനുഷ്യൻ അങ്ങനെ കീറി 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 താഴെ ഇട്ടിട്ട് പറഞ്ഞു, ഈ വേൾഡ് മാപ്പ് കറക്റ്റ് ആയിട്ട് നീ വെക്ക്, ആ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കറക്റ്റ് ആണെങ്കിൽ ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വരാന്ന് പറയും. അപ്പൊ ഈ അച്ഛൻ വിചാരിക്കണത് ഒരു മണിക്കൂറോളം സമയം കിട്ടുന്നതാണ്. ഈ ചെറിയ കുട്ടിക്ക് എങ്ങനെ വേൾഡ് മാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് അച്ഛൻ സന്തോഷത്തോടെ അടുത്ത് പേപ്പർ വായിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റിൽ ഈ കുട്ടി ആ വേൾഡ് മാപ്പ് കറക്റ്റ് ആയിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പൊ അച്ഛന് ഭയങ്കര കൗതുകം, ക്യൂരിയോസിറ്റി ആയി. എങ്ങനെ ഇത്ര ഭംഗിയിൽ ഇത്ര പെട്ടെന്ന് വേൾഡ് മാപ്പ് ചെയ്ത് നീ വല്ലതും കോപ്പി അടിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല അച്ഛ, പിന്നെ നിനക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചപ്പോ ആ പയ്യൻ പറഞ്ഞു, അച്ഛൻ ഈ പേപ്പറിന്റെ ഈ സൈഡിലുള്ള വേൾഡ് മാപ്പിനെയാണ് കണ്ടത്, പക്ഷെ ഞാൻ ആ പേപ്പറിന്റെ വേൾഡ് മാപ്പിന്റെ അപ്പുറത്തെ സൈഡ് ഒരു മനുഷ്യന്റെ പടം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആഫ്രിക്ക എവിടെയാണ്, അമേരിക്ക എവിടെയാണ്, ന്യൂസിലാൻഡ് എവിടെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് കണ്ണ് എവിടെയാണ്, മൂക്ക് എവിടെയാണ്, വായ എവിടെയാണെന്ന് അറിയാം. സോ ഐ മെയ്ഡ് ദ പേഴ്സൺ റൈറ്റ്, ദ വേൾഡ് ഓപ്പോസിറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കെയിം റൈറ്റ് എന്നാണ്. നമ്മൾ ഓരോരോ മനുഷ്യന്മാരും നമ്മുടെ ജീവിതത്തിൽ നല്ലതായി കഴിഞ്ഞാൽ ദ വേൾഡ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് റൈറ്റ്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? അവൻ നന്നാവട്ടെ, ഇവൻ നന്നാവട്ടെ, അവള് നന്നാവട്ടെ എന്ന് പറയുന്നല്ലാണ്ട് നമ്മൾ ആരും നന്നാവില്ല. മഹാത്മാഗാന്ധിയുടെ ഒരു ഫേമസ് ഒരു കോട്ട് ഉണ്ട്, ഇഫ് യു വാണ്ട് ചേഞ്ച് ബി ദ ചേഞ്ച്. നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഐ വാണ്ട് ദിസ് സെന്റൻസ് ടു ബ്രിങ് ദാറ്റ് ചേഞ്ച്.